പ്രതിനിധികളൊക്കെ വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലെ നഗരസഭയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് 2 ദിവസം ഒത്തുചേർന്നപ്പോ ഈ ലോകത്തിന്റെ സമാധാനത്തെക്കുറിച്ച് ആശങ്കപ്പെടുകയും ഉത്കണ്ഠപ്പെടുകയും അതിനാവശ്യമായ ഒട്ടേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രൂപപ്പെടുകയും ആ പീസ് കോൺഫറൻസിൽ രൂപപ്പെട്ട ഒട്ടേറെ വ്യത്യസ്ത നാടുകളിലുള്ള, വ്യത്യസ്ത ഭാഷകളിലുള്ള, വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള, വ്യത്യസ്ത മതങ്ങളിലുള്ള, വ്യത്യസ്ത ലിംഗഭേദമില്ലാതെ പലരും വന്ന് അവിടെ പലതും സംസാരിച്ചപ്പോൾ പലർക്കും തോന്നി 2 ദിവസം ഒരു കാട്ടിക്കൂട്ടൽ സമ്മേളനമാണ് എന്ന്. അല്ല, ആ പീസ് കോൺഫറൻസിൽ രൂപപ്പെട്ട മഹത്തായ ആശയങ്ങൾ കൃത്യമായി ഡ്രാഫ്റ്റ് ചെയ്ത് അധികാരികളുടെ മുന്നിലെത്തിക്കാൻ സ്മൈൽ ഫോർ യു ഫൗണ്ടേഷൻ തയ്യാറായി എന്ന് പറയുന്നത് വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടി ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ക്രിയേറ്റീവായി, സർഗാത്മകമായി, സൃഷ്ടിപരമായി ലോകത്തിന്റെ സമാധാനവും ശാന്തിയും ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് 2 വർഷം കൊണ്ട് ഇത്രയേറെ കാര്യങ്ങൾ ഇതിന്റെ ശൈശവഘട്ടത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്, ശുഭാപ്തി വിശ്വാസമുണ്ട്, ശുഭപ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയറ്റവർക്ക് പ്രത്യാശയായി മാറാൻ സ്മൈൽ ഫോർ യു ഫൗണ്ടേഷന് സാധിക്കും. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഈസ്റ്റർ ദിനമാണ്. പ്രതീക്ഷയറ്റവർക്ക് പ്രത്യാശ നൽകിപ്പോയ, അല്ലെങ്കിൽ ലോകത്ത് സ്നേഹരാഷ്ട്രം നിർമ്മിക്കാൻ വേണ്ടി അപരന് വേണ്ടി ജീവത്യാഗം ചെയ്ത ഒരു മഹാനുഭാവന്റെ സ്മരണകൾ ഉണർത്തുന്ന ദിവസമാണ് ഈസ്റ്റർ ദിനം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ ഈസ്റ്റർ ദിനം തന്നെ ഈ ചടങ്ങിന് തെരഞ്ഞെടുത്തത് മതനിരപേക്ഷതയുടെ, സെക്കുലറിസത്തിന്റെ, ഡെമോക്രസിയുടെ വലിയ ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ്. ആ അർത്ഥത്തിൽ പ്രതീക്ഷയറ്റവർക്ക് പ്രത്യാശയാവാൻ, അതുപോലെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് തണലാകാൻ, പ്രതിസന്ധി അനുഭവിക്കുന്നവർക്ക് സമാശ്വാസമാവാൻ സ്മൈൽ ഫോർ യു ഫൗണ്ടേഷൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇനിയും വരും. ഇനിയും ഇതിന്റെ ഉയർച്ചകൾ ഈ രാജ്യത്താകമാനം ഉണ്ടാകും. എനിക്ക് ഏറ്റവും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ക്രമീകരിച്ചപ്പോൾ പ്രിയപ്പെട്ട ഇതിന്റെ സംഘാടകര് വാട്സപ്പിലൂടെ ഒരു ആഹ്വാനം ചെയ്തപ്പോൾ ഗ്രൂപ്പാകെ നൽകിയ പിന്തുണ ഞാൻ കരുതി അതൊരു വെർച്വൽ പിന്തുണയായിരിക്കും, ഒരു ഓൺലൈൻ പിന്തുണയായിരിക്കും. അതിന് വലിയ ചെലവൊന്നുമില്ല. അവരവരെ വീട്ടിൽ നിന്ന്, ബെഡ്റൂമിൽ നിന്ന് ഒരു ലൈക്കോ, ഒരു തമ്പോ, ഒരു കമന്റോ കൊടുത്ത് അതിന് പിന്തുണ കൊടുക്കാം. പക്ഷെ അതല്ല എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഇന്നിവിടെ വന്നപ്പോൾ അവിടെ ഞങ്ങളിവിടെ 17 കിലോമീറ്റർ അപ്പുറമുള്ള ചാമരാജനഗർ നഗരത്തിലെ ഒരു ഹോട്ടലിൽ മുഴുക്കെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും, കോയമ്പത്തൂരിൽ നിന്നും, കൊച്ചിയിൽ നിന്നും, അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ആളുകൾ വളരെ നേരത്തെ എത്തി സ്മൈൽ ഫോർ യു ഫൗണ്ടേഷന്റെ ഈ പരിപാടിക്ക് ശരീരം കൊണ്ട് സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ പ്രസന്റ് എന്ന് പറയുന്നത് പ്രസന്റ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് സാന്നിധ്യമാണ്. ഇങ്ങനെ ഒരു ദൗത്യം ഇവിടെ ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ട പൂക്കോയ തങ്ങള് നിങ്ങളെ ഒന്ന് വിളിച്ചപ്പോ, നിങ്ങളെ ഒന്ന് മെസ്സേജ് ചെയ്തപ്പോ, നിങ്ങളുടെ ശരീരമാകുന്ന സാന്നിധ്യം ഈ പ്രദേശത്ത് നിങ്ങൾ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അടുത്ത പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഊർജമാണ്. നമുക്കകത്ത് ഒട്ടേറെ നിർധനരായ, പാവപ്പെട്ട എത്രയോ പട്ടിണി പാവങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ താങ്ങാവാനും, തണലാകാനും, കരുതലാവാനും, കരുത്താവാനും, ആശ്വാസമാകാനും, സമാശ്വാസമാകാനും, സന്തോഷമാകാനും, സഹോദരനാകാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വില്ലേജ് തെരഞ്ഞെടുത്ത് ഒരു ഉൾഗ്രാമത്തിലേക്ക് വന്ന് ഈ മലഞ്ചെരിവിന് താഴെ ഇങ്ങനെ മനോഹരമായ ഒരു പന്തല് കെട്ടി നിങ്ങളെ കൊണ്ട് പുഷ്പവൃഷ്ടി നടത്തി, നിങ്ങൾക്ക് ഹൽവ നൽകി, നിങ്ങളുടെ മുന്നിൽ വെച്ച് വെളിച്ചം പ്രകാശിപ്പിച്ച്, നിങ്ങൾക്ക് സോളാർ നൽകി, നിങ്ങൾക്ക് ടാർപ്പായ നൽകി, നിങ്ങൾക്ക് സന്തോഷം നൽകി. ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് ഫോക്ക് ഡാൻസ് ആണ്. നാടൻ നൃത്തങ്ങൾ നടക്കാൻ പോകുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ചാമരാജനഗർ എന്ന് പറയുന്ന ഒരു ബോർഡ് എഴുതി വെച്ചിരുന്നു. ഞാനും പ്രിയപ്പെട്ട നജ്മുദ്ദീനും കാറിൽ മുന്നോട്ട് നടക്കുമ്പോൾ വെൽക്കം ടു ചാമരാജനഗർ. അതിനുശേഷം കണ്ടൊരു ബോർഡ് ഫോക്ക് നഗർ. യെസ്, ഫോക്ക് നഗർ എന്നൊരു പേര്. ആ ഫോക്ക് നഗർ എന്ന് കണ്ടപ്പോ ഞങ്ങൾക്ക് അത്രത്തോളം ആഴത്തിലോ പരപ്പിലോ ഓടിയില്ല. പക്ഷെ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോ ഒരു നാടൻ കലയുടെ എല്ലാ ചേരുവകളുമൊത്ത മനോഹരമായ ദൃശ്യമായിരുന്നു. നിങ്ങൾ വരയറ്റത് അങ്ങനെ ഒരു ഫോക്ക് ഡാൻസ് നടത്തിയിട്ടാണ്. നിങ്ങൾ സ്വാഗതം ചെയ്തത് അങ്ങനെ ഒരു ഫോക്ക് ഡാൻസ് നടത്തിയിട്ടാണ്. ചാമരാജനഗർ ഇന്ത്യയിലെ ഫോക്ക് നഗരാണെന്ന് അന്വർത്ഥമാക്കുന്ന രൂപത്തിലേക്ക് ഈ ഗ്രാമത്തിലെ നിങ്ങൾ ഡാൻസ് ചെയ്തിരിക്കുകയാണ്. പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാൻ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. മറ്റു കാര്യങ്ങളൊന്നും സംസാരിക്കാതെ
ദീർഘമായി ഒരു പ്രസംഗത്തിന് പ്രാധാന്യമില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷെ ഇത്രയെങ്കിലും ഇതിന്റെ സംഘാടകർക്ക് ഒരു പിന്തുണ എന്ന നിലക്ക്, പ്രചോദനം എന്ന നിലക്ക്, അവരെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക എന്നുള്ള നിലക്ക് രണ്ടു വാക്ക് സംസാരിക്കുന്ന ദൗത്യമാണ് ഞാൻ ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്. മറ്റു കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. ലാംഗ്വേജ് കന്നഡയായതുകൊണ്ട്, പരിമിതിയുള്ളത് കൊണ്ടും ഈ മലയാളം സംസാരിച്ചതിന് പ്രത്യേകം ക്ഷമാപണം നടത്തി നിങ്ങൾക്ക് ഇതിന്റെ കൃത്യമായ സന്ദേശം മൈ ഡിയർ ഫ്രണ്ട്സ് വിൽ ഗീവ് യു എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന മുഴുവൻ ആളുകളെയും ഞാൻ പ്രത്യേകം ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുന്നു. പ്രിയപ്പെട്ട അലീക്കയെ കുറിച്ച് രണ്ട് വാക്ക് പറയാതെ എനിക്ക് പോകാൻ കഴിയില്ല. പ്രിയപ്പെട്ട അലി പൂക്കോയ തങ്ങള്, ഞാനും അദ്ദേഹം ദീർഘകാലം ഒരു സുഹൃത്തുക്കളായി ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും വിളിക്കുകയും ഞങ്ങളെ എപ്പോഴും കരുതലോടെ കാണുകയും നല്ല അകക്കാമ്പുള്ള, നല്ല തെളിഞ്ഞ ബുദ്ധിയുള്ള, വിനയമുള്ള, ഭവ്യതയുള്ള, സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ചെയർമാനാണ്, ഒരു ഫൗണ്ടറാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പുഞ്ചിരിക്കുന്ന മുഖം ഈ സ്മൈൽ ഫോർ യു ഫൗണ്ടേഷന്റെ പേരിനെ അന്വർത്ഥമാക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തെ പ്രത്യേകം എടുത്ത് വ്യക്തിപരമായി ഞാൻ പ്രശംസിക്കാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി സുബൈദ മാഡം, നമുക്കറിയാം നല്ല അലി സാറിന് എല്ലാ പിന്തുണയും നിരുപാധികം, ഒരു ഉപാധിയുമില്ലാതെ കൊണ്ടുപോകുന്ന പ്രിയപ്പെട്ട സഹധർമ്മിണി, ഒരു ഭാര്യയും ഭർത്താവും ഒരുപോലെ വീട്ടിൽ ജീവിക്കുകയും നാട്ടിൽ ജീവിക്കുകയും ചെയ്യുന്ന അപൂർവം കാഴ്ചകളാണ്. സ്വന്തം മക്കളെക്കാൾ ഉപരി ഈ നാട്ടിലെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഏറ്റെടുക്കാൻ പ്രിയപ്പെട്ട അലി സാറിന് പിന്തുണ നൽകുന്ന പ്രിയപ്പെട്ട സുബൈദ മാഡത്തെ പ്രത്യേകം ഞാൻ ഈ സമയത്ത് ഈ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് അഭിനന്ദിക്കാൻ എന്റെ വാക്കുകൾ ഉപയോഗപ്പെടുത്തുകയാണ്. ഓടിച്ചാടി നടന്ന് ഇതുപോലെ പ്രവർത്തിക്കുന്ന സ്ത്രീകളാണ് ഈ രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് നമുക്കറിയാം. ആ അർത്ഥത്തിൽ ഈ നാടിന്റെ വിലപ്പെട്ട മൂല്യമുള്ള സാന്നിധ്യമാണ് പ്രിയപ്പെട്ട സുബൈദ മാഡം. അതുപോലെ പ്രിയപ്പെട്ട ഫൈസൽ ഖാൻ, കഴിഞ്ഞ ആഴ്ച ഞാൻ മൈസൂരിൽ പോയപ്പോൾ ഞങ്ങൾ അവിടെ സന്ദർശിക്കാൻ പോയ സമയത്ത് ഞങ്ങൾക്ക് അവിടെ വേണ്ട അക്കോമഡേഷൻ സൗകര്യങ്ങളും മറ്റു നിർദ്ദേശങ്ങളും കൗൺസിലിംഗ് ഒക്കെ തന്ന് അങ്ങനെ എത്രയോ തിരക്കുകൾക്കിടയിൽ, തന്റെ സ്വന്തം വ്യക്തിപരമായ ബിസിനസ് തിരക്കുകൾക്കിടയിലും